ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ആതിര. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സ്പാനിഷ് മൂവിയായ ദി പാരാമെഡിക് എന്ന മൂവിയുടെ കഥയാണ്. കഥയിലോട്ട് പോകുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണേ. നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു തരാം. ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ആക്സിഡന്റ് കാണിക്കുന്നു. വളരെ ഭീകരമായ ഒരു ആക്സിഡന്റ് ആണ് നടന്നത്. പെട്ടെന്ന് തന്നെ ആംബുലൻസ് സ്പോട്ടിലെത്തുന്നു. അതിൽ നിന്നും നമ്മുടെ ഹീറോയും ഫ്രണ്ടും ഇറങ്ങി ആക്സിഡന്റ് ആയവരെ സേഫായി ആ വണ്ടിയിൽ നിന്നും പുറത്തിറക്കുന്നു. അവരെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയെയും ഗേൾ ഫ്രണ്ടിനെയും കാണിക്കുന്നു. അവർ ലീവിങ് ടുഗദറിലായിട്ട് വർഷങ്ങളായെങ്കിലും കുട്ടികൾ ഇല്ലാത്തതിന്റെ ദുഃഖത്തിലാണ് രണ്ടുപേരും. ഹീറോയിൻ പാർട്ട് ടൈമായി ജോലി ചെയ്തുകൊണ്ട് പഠിക്കുകയാണ്. ഹീറോയിന് പാർട്ട് ടൈം ജോലിക്കായി പോകുമ്പോൾ എല്ലാം ഹീറോയ്ക്ക് അവളെ സംശയമാണ്. കുട്ടികൾ ഇല്ലാത്തതിനാൽ അവൾ തന്നെ ഉപേക്ഷിച്ച് മറ്റാരുടെയെങ്കിലും കൂടെ പോകുമോ എന്ന് ഓരോ നിമിഷവും അവൻ സംശയിക്കുന്നു. ഹീറോയ്ക്ക് അടുത്തതായി ഒരു കോൾ വരുന്നു. കോൾ വന്ന അഡ്രസ്സിലേക്ക് ആംബുലൻസുമായി അവർ ചെല്ലുമ്പോഴേക്കും ആ ലേഡി മരിച്ചിരിക്കും. പക്ഷേ എമർജൻസിയായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ആ വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള ചെറിയ തിങ്സ് ഒക്കെ അവൻ മോഷ്ടിക്കുന്നു. അവൻ മോഷ്ടിച്ച തിങ്സ് ഒക്കെ വിറ്റ് ക്യാഷ് ആക്കി ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ ഹീറോയിൻ പാർട്ട് ടൈമായി ജോലിക്ക് പോകാൻ തുടങ്ങുന്നു. അവൾ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതുമൊക്കെ വളരെ സംശയത്തോടെ വീക്ഷിക്കുന്ന ഹീറോ, ഇന്ന് നീ പോകണ്ട, എൻ്റെ കൂടെ ഇരിക്കാൻ പറയുന്നു. നീ കുറച്ച് നാളുകൾ ഫ്രീ ആയി എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. നമുക്കിപ്പോൾ കുട്ടികളാണ് പ്രധാനം. നീ ഒരു ഡോക്ടറിനെ ചെന്ന് കണ്ട് എന്താണ് കുട്ടികൾ ഉണ്ടാകാത്തതെന്ന് ചെക്ക് ചെയ്യണമെന്നും ഹീറോ പറയുമ്പോൾ, ഞാൻ ഓൾറെഡി എല്ലാം ചെക്ക് ചെയ്തതാണ്, എനിക്കെല്ലാം നിനക്കാണ് പ്രശ്നം. ആദ്യം നീ പോയി നല്ലൊരു ഡോക്ടറിനെ കാണൂ എന്ന് പറഞ്ഞ് ഹീറോയിൻ ജോലിക്കായി പോകുന്നു. അവൾ പറഞ്ഞതൊക്കെ കേട്ട് ഹീറോ വളരെ അപ്സെറ്റ് ആകുന്നു. എന്നിരുന്നാലും നെക്സ്റ്റ് ഡേ തന്നെ ഹീറോ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ പ്രശ്നം അവന് തന്നെയാണ്. അവൻ ഒരിക്കലും കുട്ടികൾ ഉണ്ടാകില്ലെന്ന് ഡോക്ടർ പറയുന്നു. ഇത് കേട്ട് ഹീറോ വളരെ ദുഃഖത്തിലാണെങ്കിലും അവൻ ഈ കാര്യങ്ങളൊന്നും ഹീറോയിനോട് പറയാൻ തയ്യാറാകില്ല. കുട്ടികൾ ഉണ്ടാകാത്തത് തന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് ഹീറോ അവളിൽ നിന്നും മറച്ചു വെക്കുന്നു. വീട്ടിൽ വന്ന ഹീറോ ഒരു ഫിസിക്കൽ റിലേഷനായി അവളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. ഹീറോയ്ക്ക് ആ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡോക്ടറുമായി നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. ഡോസ് കൂടിയ കുറച്ച് ടാബ്ലറ്റുകൾ ഹീറോ ആ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് അതവൻ ഡ്രഗ്സായി യൂസ് ചെയ്യുന്നു. പെട്ടെന്ന് ഹീറോയ്ക്ക് മറ്റൊരു എമർജൻസി കോൾ വരുന്നു. അതും ഒരു ആക്സിഡന്റ് കേസാണ്. ആക്സിഡന്റ് നടന്നിടത്ത് ചെന്ന് അവരെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലും ആ ആക്സിഡന്റിൽ പെട്ടയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ഹീറോ ചെയ്യുന്നു. അയാൾക്ക് വളരെ സീരിയസ് ആയതിനാൽ ആംബുലൻസ് വളരെ വേഗത്തിലാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹീറോയുടെ ഫ്രണ്ട് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഹീറോയെ തിരിഞ്ഞു നോക്കുന്ന ടൈമിൽ അവന്റെ ശ്രദ്ധ മാറി മറ്റൊരു ട്രക്കിലിടിച്ച് ആംബുലൻസ് തല കീഴായി മറിയുന്നു. ആ ആക്സിഡന്റിൽ ഹീറോയുടെ കാലുകൾ പാരലൈസ് ആകുന്നു. ആ സംഭവത്തോടു കൂടി ഹീറോ മാനസികമായി തളർന്നു പോകുമെങ്കിലും ഹീറോയിന് അവന് വേണ്ട ധൈര്യവും സ്നേഹവും കൊടുത്ത് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവന്റെ കാര്യങ്ങളെല്ലാം കൃത്യതയോടെ ചെയ്തു കൊടുക്കുന്നത് ഹീറോയിനാണ്. കാലുകൾ വീണ്ടും ചലിച്ച് പഴയതുപോലെയാകാനായി ഫിസിയോതെറാപ്പിയും ട്രീറ്റ്മെന്റുകളും അവൻ എടുക്കുന്നുണ്ട്. അവനെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ലേഡിയുമുണ്ട്. ആ ലേഡി വളരെ സോഫ്റ്റായി ഹീറോയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഹീറോ അവളോട് വളരെ റൂഡായിട്ടാണ് പെരുമാറുക. ഹീറോയുടെ ഫ്രണ്ടായിരുന്ന ആ ആംബുലൻസ് ഡ്രൈവർ ഹീറോയെ കാണാനായി വരുന്നു. അവന്റെ അശ്രദ്ധ മൂലമാണ് ആക്സിഡന്റ് നടന്നതെങ്കിലും അയാൾക്ക് ഗുരുതരമായ ഇഞ്ചുറീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ ഹീറോയോട് സോറി പറയുമെങ്കിലും തന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ അവൻ മാത്രമാണ്. സോ അവനോട് ക്ഷമിക്കാൻ ഹീറോ തയ്യാറാകില്ല. സോറി പറഞ്ഞവന് മറുപടിയായി നല്ല ചീത്ത പറഞ്ഞ് ഹീറോ അവനെ വീട്ടിൽ നിന്നും ഗെറ്റ് ഔട്ട് അടിക്കുന്നു. ഈ അവസ്ഥയിലായിട്ടും ഹീറോയിന്റെ മേലുള്ള അവന്റെ സംശയരോഗത്തിന് ഒരു കുറവും വന്നില്ലെന്ന് മാത്രമല്ല കൂടുകയാണ് ചെയ്യുക. സോ ഹീറോയിൻ അറിയാതെ അവളുടെ ഫോണിൽ ഹീറോ ഒരു ഹാക്കിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ ആപ്പ് ഫോണിൽ ഹിഡനായും വെക്കും. ആ ആപ്പ് അവന്റെ ലാപ്ടോപ്പുമായി കണക്ട് ചെയ്യുന്നു. അവൾ ആരോടെങ്കിലും സംസാരിച്ചാൽ മൈക്ക് ഓൺ ചെയ്ത് അവനും കേൾക്കാൻ കഴിയും. അവൾ മീറ്റ് ചെയ്യുന്നവരെയൊക്കെ ക്യാമറ വഴി ഹീറോയ്ക്കും കാണാൻ കഴിയും. ഹീറോയിന് എവിടെയൊക്കെ പോകുന്നുണ്ടെന്നും GPS ട്രാക്കർ വഴിയും ഹീറോയ്ക്ക് അറിയാൻ കഴിയും. അവന്റെ ചികിത്സയ്ക്കും വീട്ടിലെ ചിലവുകൾക്കുമായി അവളുടെ സാലറി മതിയാകാതെ വരുന്നത് കൊണ്ട് ഞാനൊരു ടെലികോളിംഗ് ജോബ് കൂടി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഹീറോയിൻ ഹീറോയോട് പറയുന്നു. ആ ജോലി എനിക്ക് വീട്ടിലിരുന്ന്
ഫ്രീ ടൈമിൽ ചെയ്യാൻ കഴിയുന്നതാണെന്നും ഹീറോയിൻ പറയുമ്പോൾ അവന് ദേഷ്യമാകുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്യൂ, ഇതൊന്നും ഇനി എന്നോട് പറയണ്ടെന്ന് ഹീറോ പറയുന്നു. നെക്സ്റ്റ് ഡേ മുതൽ അവൾ ഫ്രീ ടൈമിൽ ടെലികോളിംഗ് ജോബ് കൂടി ചെയ്യാൻ തുടങ്ങും. അവൾ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നത് കാണുന്ന ഹീറോയ്ക്ക് അവളുടെ മേലുള്ള സംശയം അധികമാകുന്നു. അവൾ വേറെ ആരോടെങ്കിലും അഫെയറിലായിരിക്കുമോ, അവനെയാണോ കോൾ ചെയ്യുന്നത് എന്നൊക്കെയുള്ള പല സംശയങ്ങളും ഹീറോയ്ക്ക് ഉണ്ടാകുന്നു. സോ അവൾ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ ഹാക്കിംഗ് സോഫ്റ്റ്വെയറിലൂടെ ലാപ്ടോപ്പിലൂടെ അവൻ വാച്ച് ചെയ്യുന്നു. റിയലായി അവൾ ടെലികോളിംഗ് ജോബ് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു ഡേ നൈറ്റ് ഹീറോയ്ക്ക് കാലിന് വേദന അധികമാകും. അവൻ വേദന സഹിക്കാൻ കഴിയാതെ നിലവിളിക്കും. ബട്ട് ഹീറോയിൻ റൂമിലില്ലാത്തതിനാൽ ഒരു വിധേന നിരങ്ങി നീങ്ങി വേദനയ്ക്കുള്ള ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നു. ഇനിയും റിസ്ക് എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ടാബ്ലറ്റ്സ് അവൻ തലയണയുടെ അടിയിൽ തന്നെ വെക്കുന്നു. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനാണ് ഹീറോയിൻ പുറത്തു പോയത്. അവന് വേദന കൂടി അവളെ വിളിച്ചിട്ടും അവളെ കാണാതിരുന്നതിനാൽ ദേഷ്യം വന്ന് ഹീറോയിനെ അവൻ ചീത്ത വിളിക്കുന്നു. വളരെ മോശമായ രീതിയിൽ ഹീറോയിനോട് സംസാരിക്കുമെങ്കിലും അവൾ അതൊക്കെ സഹിച്ച് അവനോട് വീണ്ടും വീണ്ടും കരുണ കാണിക്കും. അവരുടെ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന വയസ്സായ ആളുടെ നായ രാത്രി മുഴുവൻ കുരച്ച് ഹീറോയെ ശല്യപ്പെടുത്തുന്നതിനാൽ നെക്സ്റ്റ് ഡേ തന്നെ ഒരു കഷ്ണം മാംസത്തിൽ നിറയെ സൂചികൾ തറച്ചു വെച്ച് ആ നായയ്ക്ക് കൊടുക്കുന്നു. അത് കഴിക്കുന്ന നായ അപ്പോൾ തന്നെ നിലത്ത് വീണ് ചാകുന്നു. പതുക്കെ പതുക്കെ നമ്മുടെ ഹീറോ ഒരു സൈക്കോയെ പോലെയാകാൻ തുടങ്ങും. ഒരു ഡേ ഹീറോയിൻ അവളുടെ ഫ്രണ്ടുമായി സംസാരിക്കുന്നത് ഹീറോ അവന്റെ ലാപ്ടോപ്പിലൂടെ കേൾക്കുന്നു. നിന്റെ ഹസ്ബൻഡ് ഒരു സൈക്കോയെ പോലെയാണല്ലോ, നിന്നെ അവൻ ഇത്രയും ക്രൂരമായി ടോർച്ചർ ചെയ്തിട്ടും ഇനിയും നീ എന്തിനാണ് അവനെ നോക്കി ജീവിതം നശിപ്പിക്കുന്നത്? വെറും ലീവിങ് ടുഗദർ മാത്രമല്ലേ നിങ്ങൾ തമ്മിലുള്ളത്? കാലുകളും നഷ്ടപ്പെട്ടും എന്തിനും ഏതിനും നിന്റെ ഹെൽപ്പിൽ ജീവിക്കുന്ന അവന്റെ കൂടെ ഇനിയും ജീവിക്കുന്നതിനും അർത്ഥമില്ല. നിന്നെ സംശയിക്കാനും ചീത്ത വിളിക്കാനും അബ്യൂസ് ചെയ്യാനും മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത്. സോ അവനെ ഒഴിവാക്കി നീ നല്ലൊരാളെ കണ്ടുപിടിച്ച് ഇനിയെങ്കിലും ജീവിക്കാൻ തുടങ്ങണമെന്ന് അവൾ പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന ഹീറോയ്ക്ക് ഭയമാകുന്നു. കാരണം ഫ്രണ്ടിന്റെ വാക്കുകൾ കേട്ട അവൾ തന്നെ ഉപേക്ഷിച്ചാൽ ആരും ഹെൽപ്പിനില്ലാതെ ഞാൻ ഇവിടെ കിടന്ന് ചാകുമെന്ന് ഹീറോയ്ക്ക് നന്നായി അറിയാം. സോ അവൻ ഒരു നല്ലവനായി അവളുടെ മുൻപിൽ ആക്ട് ചെയ്യാൻ തീരുമാനിക്കും. അവളെ സ്നേഹം നടിച്ച് അവന്റെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു. അവന് പറ്റുന്ന രീതിയിൽ കിച്ചണിൽ അവളെ ഹെൽപ്പ് ചെയ്യുന്നു. ക്യാൻഡിൽ ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുട്ടികളില്ലാത്തത് ഓർത്ത് നീ ഇനിയും ദുഃഖിക്കരുത്. നാളെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാമെന്നും ഹീറോ അവളോട് പറയുന്നു. ആക്ച്വലി അവന് ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവനത് ചെക്ക് ചെയ്ത് അവന് കുട്ടികൾ ഉണ്ടാകില്ലെന്ന് കൺഫേം ആക്കിയതാണ്. ഈ കാര്യങ്ങളൊന്നും ഹീറോ അവളോട് പറഞ്ഞിരുന്നില്ല. അവന്റെ ക്യാരക്ടറിൽ തന്നെ ഡിഫറെന്റ് ആകുകയും തന്നെ ഇവൻ ഇത്രയും സ്നേഹിച്ചിരുന്നു എന്നൊക്കെ തോന്നി ഹീറോയിൻ അവന്റെ മേൽ അലിവ് തോന്നുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഹീറോ കുളിക്കുന്ന ടൈമിൽ ഹീറോയിൻ ആർക്കോ ഒരു മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് റിസീവ് ചെയ്യുന്നതിന്റെ സൗണ്ട് ഹീറോയുടെ റൂമിൽ നിന്നും കേൾക്കുന്നു. സംശയം തോന്നി അവൾ ഫ്രണ്ടിന് മറ്റൊരു മെസ്സേജ് അയക്കുമ്പോൾ വീണ്ടും സൗണ്ട് കേൾക്കും. അവൾ എവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത് എന്നറിയാൻ ചെക്ക് ചെയ്യുമ്പോൾ അത് ഹീറോയുടെ ലാപ്ടോപ്പിൽ നിന്നുമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ആ ലാപ്ടോപ്പ് അവൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ മൊബൈൽ ഹാക്കിംഗ് സോഫ്റ്റ്വെയർ ഹീറോ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഇത്രയും നാൾ തന്നെ സംശയിച്ച് വളരെ ചീപ്പായി അവൻ ബിഹേവ് ചെയ്യുന്നതിനാൽ ദേഷ്യം വന്ന് തന്റെ തിങ്സ് ഒക്കെ ഒരു ബാഗിലെടുത്ത് അവൾ അവിടെ നിന്നും പോകുന്നു. അവൾക്കായി ഹീറോ മേടിച്ചു കൊടുത്ത ഡ്രസ് അവൾ ആ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഹീറോ കുളി കഴിഞ്ഞ് ടവൽ തായി എന്ന് ഹീറോയിനോട് പറയുന്നു. പക്ഷെ അവളുടെ ഭാഗത്തു നിന്നും ഒരു റിപ്ലൈയും ഇല്ലാത്തതിനാൽ ഹീറോ റൂമിലേക്ക് വരുമ്പോൾ അവൾ ആ വീട്ടിലില്ലെന്ന് അവന് മനസ്സിലാകുന്നു. അത് തന്നെയല്ല, ക്ലോസ് ആയിരുന്ന ലാപ്ടോപ്പ് ഇപ്പോൾ ഓൺ ആയിരിക്കുന്നതും അവൻ ശ്രദ്ധിക്കുന്നു. സോ ഹീറോയിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്നും അവൾ തന്നെ ഉപേക്ഷിച്ച് പോയെന്നും ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. പക്ഷെ അവൾ പോയതിന്റെ ദുഃഖത്തിനേക്കാൾ അധികം അവൻ അവളോട് പകയാണ് തോന്നുക. തുടർന്ന് അവൻ ആ വീട്ടിൽ ഒറ്റപ്പെടുന്നു. തന്റെ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയെങ്കിലും ഹീറോയിൻ എവിടെയാണെന്നും എങ്ങനെയാണെന്നും അറിയണമെന്ന് തോന്നി ഹീറോയിൻ പാർട്ട് ടൈമായി വർക്ക് ചെയ്തിരുന്ന ഷോപ്പിലേക്ക് അവൻ ചെല്ലുമ്പോൾ ജോലി കഴിഞ്ഞ് ഹീറോയിൻ പുറത്തേക്ക് വരുന്നത് കാണുന്നു. അവളെ പിക്ക് ചെയ്യാനായി ആ ഷോപ്പിലേക്ക് ഒരാൾ വരുന്നു. ബൈക്കിൽ വന്ന് അയാളുടെ ഹെൽമെറ്റ് മാറ്റുമ്പോൾ ഹീറോ ശരിക്കും ഷോക്കാകുന്നു. കാരണം അത് ഹീറോയുടെ ഫ്രണ്ടായ ആ ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു. ഇതുകൂടി കണ്ട് അവന് അതൊക്കെ സഹിക്കാവുന്നതിലും അധികമായി തോന്നി. അത് തന്നെയല്ല, ഹീറോയിന്റെ മേലുള്ള അവന്റെ പക അധികമാകുന്നു. അവൾ ഇട്ടിട്ട് പോയതും പിന്നെ തന്റെ ഫ്രണ്ട് തന്നോട് ഇങ്ങനെയൊരു ദ്രോഹം ചെയ്തതും ഓർത്ത് അവൻ വളരെ ദേഷ്യത്തിലാകുന്നു. ഹീറോ നെക്സ്റ്റ് ഡേ തന്നെ ഹീറോയിനെ ഫോളോ ചെയ്ത് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഞാനും നിന്റെ ഫ്രണ്ടും തമ്മിൽ ഇപ്പോൾ റിലേഷനിലാണ്. ഞാനിപ്പോൾ 2 months പ്രഗ്നന്റുമാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ അയാൾ നന്നായി നോക്കാറുണ്ട്.
ഞങ്ങൾ വളരെ സ്നേഹത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നും ഹീറോയിൻ ഹീറോയോട് പറയുന്നു. ഇതൊക്കെ കേട്ട് അവന് സഹിക്കില്ല. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഹീറോയ്ക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അവരുടെ സന്തോഷം ഇല്ലാതാക്കണമെന്ന് അവൻ ചിന്തിക്കുന്നു. അതിനായി ഹോസ്പിറ്റലിലെ എമർജൻസി ഡോക്ടറായ അവന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് എനിക്ക് കാലിന് വേദന അധികമാണ്, ആ വേദന മറന്ന് എനിക്ക് മയങ്ങണം, അതിനായി അനസ്തേഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് വേണമെന്ന് ഹീറോ പറയുന്നു. ഒരു ചെറിയ ബോട്ടിൽ എടുത്തോളാൻ ഡോക്ടർ പറയുമെങ്കിലും ഹീറോ ഡോക്ടർ കാണാതെ ധാരാളം മരുന്നിന്റെ ബോട്ടിലുകൾ കൈക്കലാക്കുന്നു. നെക്സ്റ്റ് ഡേ വീണ്ടും ഹീറോ ഹീറോയിനെ ഫോളോ ചെയ്ത് സംസാരിക്കുന്നു. നീ ഹാപ്പി ആയിരിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിന്നോട് ഞാൻ ചെയ്തതിനൊക്കെ സോറി. നിന്റെ ആഗ്രഹപ്രകാരം കുട്ടികൾ ഉണ്ടാകാനും പോകുന്നു. നീ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കണം, അതാണ് എന്റെ ആഗ്രഹമെന്നും ഹീറോ പറയുന്നു. ഹീറോ പറയുന്നത് കേട്ട് ഹീറോൻ അവന്റെ മേലെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാകുന്നു. സോ നീ തനിയെ പോകണ്ട, വീട് വരെ ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞ് ഹീറോൻ അവനെ അവന്റെ ഫ്ലാറ്റിന് മുൻപിൽ കൊണ്ടുചെന്ന് വിടുന്നു. ഇനി ഞാൻ പോകുകയാണ്, വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങുമ്പോൾ നിന്റെ തിങ്സ് കുറച്ച് ഫ്ലാറ്റിനുള്ളിലുണ്ട്, അതിൽ പാസ്പോർട്ടും ഉണ്ട്. ഇതൊക്കെ ഇനി എന്തിനാണ് ഇവിടെ, നീ അകത്തേക്ക് വാ, അതൊക്കെ ഞാൻ എടുത്തു തരാമെന്ന് ഹീറോ പറയുമ്പോൾ അതൊക്കെ അവന്റെ ട്രാപ്പാണെന്ന് മനസ്സിലാകാതെ ഹീറോയിൻ അവന്റെ ഒപ്പം ഫ്ലാറ്റിനുള്ളിലേക്ക് ചെല്ലുന്നു. അവൾ അവിടെ തിങ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അനസ്തേഷ്യ മരുന്നെടുത്ത് ഹീറോ അവളെ ഇൻജെക്ട് ചെയ്യുന്നു. അതോടെ അവൾ അവിടെ മയങ്ങി വീഴുന്നു. കുറച്ചു നേരത്തിന് ശേഷം ഹീറോയിൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ അവളെ കട്ടിനോട് ചേർത്ത് ലോക്ക് ചെയ്തിരിക്കുന്നതാണ് കാണുക. കൈകളും കാലുകളും ലോക്ക് ചെയ്ത് ഒരു തുണി കൊണ്ട് അവൻ കെട്ടിയിരിക്കുന്നു. വളരെ ശബ്ദത്തിൽ ആ റൂമിൽ പാട്ട് വെച്ചിട്ട് അവൻ ഹീറോയിന്റെ മൊബൈലുമായി പോകുന്നു. ഹീറോയിനെ കാണാത്തതിനാൽ അവളുടെ ഇപ്പോഴത്തെ പാർട്ട്ണർ കോൾ ചെയ്യുന്നുണ്ട്, കൂടാതെ മെസ്സേജും ചെയ്യുന്നുണ്ട്. എനിക്കിനി നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, നമ്മുടെ കുഞ്ഞിനെയും ഞാൻ അബോർട്ട് ചെയ്യാൻ പോകുകയാണെന്നും ഹീറോയിന്റെ ഫോണിൽ നിന്നും അയാൾക്ക് മെസ്സേജ് ചെയ്തിട്ട് ആ ഫോൺ ഹീറോ ആറ്റിലേക്ക് എറിഞ്ഞു കളയുന്നു. വളരെ ശബ്ദത്തിൽ പാട്ട് വെച്ച് അവൻ അവളെ ടോർച്ചർ ചെയ്യുന്നു. ഇനി ശബ്ദം വയ്ക്കരുതെന്ന് പറഞ്ഞ് ഹീറോ അവളുടെ വായിലെ കെട്ടഴിക്കുമ്പോൾ ഹീറോയിൻ ഉച്ചത്തിൽ കരയുന്നു. അവൻ വീണ്ടും അനസ്തേഷ്യ ഇൻജെക്ട് ചെയ്യുന്നു. ഈ സമയം ഡോറിൽ ആരോ തട്ടുന്ന സൗണ്ട് കേട്ട് ഹീറോ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വന്നിരിക്കുന്നത് അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ആ വയസ്സായ ആളാണ്. എന്താണ് ഈ ഫ്ലാറ്റിൽ നിന്നും ഇത്രയും ശബ്ദം? സൗണ്ട് കുറച്ച് സോങ് പ്ലേ ചെയ്യണം. ഇന്നലെ നൈറ്റ് ഫുൾ ഇവിടെ നിന്നും ഡിസ്റ്റർബൻസ് ആയിരുന്നെന്നും അയാൾ പറയുമ്പോൾ നിങ്ങളുടെ നായ എന്നും ഇതേ രീതിയിൽ കുരച്ച് എന്നെ ശല്യപ്പെടുത്തിയിരുന്നു. ഞാൻ ഒരു നൈറ്റ് ശബ്ദത്തിൽ സോങ് പ്ലേ ചെയ്തപ്പോൾ എന്നോട് ചോദിക്കാൻ വരുന്നോ എന്നൊക്കെ ദേഷ്യത്തോടെ പറയുന്നു. ശരിക്കും ആ വയസ്സായ ആളുടെ വൈഫ് വാർദ്ധക്യ രോഗത്താൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അയാൾ അവർക്ക് കൂട്ടായി രാത്രി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്താണ് ആ നായയെ വീടിനുള്ളിൽ അടച്ചിടും. അതിനാലാണ് ആ നായ രാത്രിയിൽ കുരച്ചിരുന്നത്. ഇതൊക്കെ അയാൾ ഹീറോയോട് പറഞ്ഞിരുന്നെങ്കിലും ഒട്ടും മനസാക്ഷിയില്ലാത്ത ഹീറോ ആ നായയെ കൊന്നുകളയുന്നു. ഒരു പെണ്ണിന്റെ കരച്ചിലിന്റെ ശബ്ദവും നിന്റെ ഫ്ലാറ്റിൽ നിന്നും കേൾക്കാറുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരിക്കും എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഞാൻ തനിയാണ് ഇവിടെ ജീവിക്കുന്നത്. ഇടയ്ക്ക് നൈറ്റ് ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് വരാറുണ്ട്, അവളുടെ ശബ്ദമാകും നിങ്ങൾ കേട്ടത് എന്നൊക്കെ പറഞ്ഞ് അയാളെ കൺവിൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ ഹീറോയിന്റെ ഇപ്പോഴത്തെ പാർട്ട്ണറെ കാണുന്നു. അവളെ കാണാതായിട്ട് കുറച്ച് ദിവസങ്ങളായി. നിനക്ക് അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? നീ അവളെ കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലെന്ന് ദേഷ്യത്തോട് പറഞ്ഞുകൊണ്ട് ഹീറോ വീട്ടിലേക്ക് വരുന്നു. ഹീറോയിന്റെ അടുത്തേക്ക് അവൻ ചെല്ലുമ്പോൾ ഞാൻ ഇനി ഒച്ച വയ്ക്കില്ല, എന്റെ വായിൽ കെട്ടഴിക്കാമോ എന്നവൾ ചോദിക്കുന്നത് കൊണ്ട് ഹീറോ കെട്ട് റിമൂവ് ചെയ്യുന്നു. പകരം അവളുടെ കാലുകൾക്ക് അവനൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നു. ആ മരുന്നിന്റെ പവർ കുറയുന്നത് വരെ അവൾക്ക് നടക്കാനോ കാലുകൾ അനക്കാനോ കഴിയില്ല. പാരലൈസ് ആയതുപോലെ. അതറിയാതെ അവൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ കാലിന് ബലമില്ലാതെ നിലത്തേക്ക് വീഴുന്നു. ഇതൊക്കെ കണ്ട് ഹീറോ വളരെ സന്തോഷിക്കുന്നു. ഞാൻ അനുഭവിക്കുന്ന വേദന നീയും അറിയണം, അത് കണ്ട് എനിക്ക് സന്തോഷിക്കണമെന്ന് ഹീറോ പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. കട്ടിലിൽ ലോക്ക് ചെയ്തു വെച്ച് അവളെ ക്രൂരമായി അയാൾ ടോർച്ചർ ചെയ്യുന്നു. നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നമുക്ക് വളർത്താം, ഇനി ഇങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് ജീവിക്കാമെന്നും ഹീറോ പറയുമ്പോൾ അടുത്തിരുന്ന ബിയർ ബോട്ടിലെടുത്ത് അവൾ അവന്റെ തലക്കടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൾ ഇഴഞ്ഞു വലിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഹീറോ വീണ്ടും ആ മരുന്നെടുത്ത് അവൾക്ക് ഇൻജെക്ട് ചെയ്യുന്നു. ഉടനെ തന്നെ ഹീറോയിൻ മയങ്ങി നിലത്ത് വീഴുന്നു. ഈ ശബ്ദം കേട്ട് അടുത്ത റൂമിലെ വയസ്സായ ആൾ വന്ന് എന്താണ് ഇവിടെ നിന്നും ശബ്ദം കേൾക്കുന്നത്? നിങ്ങളുടെ വൈഫിന്റെ ശബ്ദമാണല്ലോ കേട്ടത്, ഇവിടെ എന്താണ് നടക്കുന്നതെന്നും അയാൾ തിരക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസമായില്ലെങ്കിൽ അകത്ത് കയറി നോക്കെന്ന് പറഞ്ഞ് അയാളെ ഹീറോ വീടിനുള്ളിലേക്ക് വിളിക്കുന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്നറിയാൻ അയാൾ അകത്ത് കയറി നോക്കുമ്പോൾ ഹീറോയിൻ അവളുടെ ബോധം കെട്ട് കിടക്കുന്നതാണ് കാണുക. അവളുടെ തലയിൽ നിന്നും രക്തം വരുന്നതും കണ്ട് ഭയന്ന് അയാൾ പോലീസിനെ വിളിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ
ഹീറോ ഒരു കത്തി കൊണ്ട് അയാളെ കുത്തി കുത്തി അവന്റെ കലിപ്പ് തീരുന്നത് വരെ കുത്തിക്കൊല്ലുന്നു. അവന് തനിയെ ആ ബോഡി ഡിസ്പോസ് ചെയ്യാൻ കഴിയാത്തതിനാൽ അവനൊരു ഫ്രണ്ടിന് കോൾ ചെയ്യുന്നു. അവൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ഓരോ വീടുകളിൽ നിന്നും മോഷ്ടിക്കുന്ന സാധനങ്ങൾ വിറ്റിരുന്ന കടയിലെ ഓണറാണ് ആ ഫ്രണ്ട്. ആ ഫ്രണ്ടിനെ വിളിച്ചു വരുത്തി അവൻ കുറച്ച് ക്യാഷ് കൊടുത്ത് ആ ബോഡി ഡിസ്പോസ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ വേറൊരു കുഞ്ഞു പോലും അറിയാതെ അവന്റെ ഫ്രണ്ട് ആ ബോഡി ആ ഫ്ലാറ്റിൽ നിന്നും കൊണ്ടുപോകുന്നു. അങ്ങനെ വീണ്ടും നാളുകൾ കഴിഞ്ഞു പോകുന്നു. ഒരു ഡേ അവന്റെ ഡോറിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേട്ട് ഹീറോ വാതിൽ തുറന്നു നോക്കുമ്പോൾ വന്നിരിക്കുന്നത് 2 പോലീസ് ഓഫീസേഴ്സാണ്. കാരണം ഹീറോയിന്റെ ഇപ്പോഴത്തെ ലൈഫ് പാർട്ട്ണർ അവളെ കാണാത്തതിനാൽ മിസ്സിംഗ് കേസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവളുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഹീറോയെ സംശയമുണ്ടെന്നും അവൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനാലാണ് പോലീസ് ഹീറോയെ അന്വേഷിച്ച് വന്നിരിക്കുന്നത്. പോലീസ് അവനെ ചോദ്യം ചെയ്ത് മടങ്ങിപ്പോയതിനു ശേഷം അവളുടെ പാർട്ട്ണർ കേസ് കൊടുത്തതിനെ ഓർത്ത് ഹീറോ ടെൻസ്ഡ് ആകുന്നു. ഇന്ന് പോലീസിന് സംശയമില്ലാതെ പറഞ്ഞു വിട്ടെങ്കിലും കേസ് ഇങ്ങനെ പോയാൽ താൻ അകപ്പെടുമോ എന്ന് ഭയന്ന് ഹീറോ അവളുടെ പാർട്ട്ണറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവൻ പുറത്തുപോയ തക്കം നോക്കി ഹീറോ വീടിനുള്ളിൽ കടന്ന് ഒളിച്ചിരിക്കുന്നു. അവൻ വീടിനുള്ളിലേക്ക് വരുമ്പോൾ അനസ്തേഷ്യ മരുന്നെടുത്ത് ഇഞ്ചക്ട് ചെയ്ത് അവനെ മയക്കുന്നു. മയങ്ങിക്കിടക്കുന്ന അവന്റെ വായിലേക്ക് വീര്യം കൂടിയ ഡ്രഗ്സും അതിനു പുറമെ മദ്യവും ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഹീറോ അവനെയും കൊല്ലുന്നു. ഡ്രഗ്സ് അധികമായി യൂസ് ചെയ്ത് മരിച്ചതാണെന്ന് കരുതി പോലീസും കേസെടുക്കാതെ അവന്റെ മരണം ആക്സിഡന്റ് ആക്കി എഴുതി തള്ളുന്നു. അവൾക്ക് സ്ഥിരമായി ആ ഇഞ്ചക്ഷൻ കൊടുത്ത് കാലിന് സ്വാധീനമില്ലാതാക്കി ഒരു വീൽ ചെയറിൽ ഇരുത്തുന്നു. മരുന്നിന്റെ എഫക്റ്റ് കുറയുമ്പോൾ അവൾക്ക് പഴയതുപോലെ നടക്കാനും ഓടാനും ഒക്കെ കഴിയും. പക്ഷെ ദിവസവും അവൻ ആ ഇഞ്ചക്ഷൻ അവൾക്ക് കൊടുത്ത് അവനെ പോലെ അവളെയും വീൽ ചെയറിലിരുത്തി അത് കണ്ട് ഹീറോ സന്തോഷിക്കുന്നു. അവൾ ആ ജീവിതവുമായി പൊരുത്തപ്പെട്ട് അവന്റെ ടോർച്ചർ സഹിച്ച് അവിടെ ജീവിക്കുന്നു. അവളും എല്ലാം പൊരുത്തപ്പെട്ടതിനാൽ എന്നെ മാരി ചെയ്യാമോ എന്ന് ചോദിച്ച് ഒരു റിംഗ് കൊടുത്ത് ഹീറോ അവളെ പ്രൊപ്പോസ് ചെയ്യുമ്പോൾ ഹീറോയിൻ മറുപടി ഒന്നും പറയില്ല. നീ ഒരു റിപ്ലൈ തരുന്നത് വരെ ഞാൻ നിനക്കായി കാത്തിരിക്കുമെന്ന് അവൻ പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ കുളിക്കാനായി ബാത്റൂമിൽ കയറുന്നു. അവിടെ നിന്നും തനിക്ക് രക്ഷപ്പെടാനായി എന്തെങ്കിലും ടൂൾസ് കിട്ടുമോ എന്ന് അവൾ തിരയുമ്പോൾ അവിടെ നിന്നും ഷാർപ്പായ ഒരു ടൂള് അവൾക്ക് കിട്ടുന്നു. അവൾ അതെടുത്ത് ഡ്രസ്സിനിടയിൽ ഒളിച്ചു വെച്ച് ഒന്നും അറിയാത്തതുപോലെ കുളി കഴിഞ്ഞ് പുറത്തു വരുന്നു. രാത്രിയാകുമ്പോൾ മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്ത് അവളുടെ വാ ഒരു തുണി കൊണ്ട് കെട്ടി ഹീറോ പോകുന്നു. അവൻ പോയതിനു ശേഷം ബാത്റൂമിൽ നിന്നും എടുത്ത ടൂൾ കൊണ്ട് കയ്യിലെയും കാലിലെയും കെട്ടഴിക്കുന്നു. പതുക്കെ ബെഡിൽ നിന്നും ഇറങ്ങി ഇഴഞ്ഞ് നീങ്ങി അവൾ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ കറക്റ്റായി ഹീറോയും അങ്ങോട്ട് വരുന്നു. മര്യാദയ്ക്ക് തിരിച്ച് റൂമിൽ പോകുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് ഹീറോ അവളെ ഭയപ്പെടുത്തുമ്പോൾ ഹീറോയെ തള്ളിയിട്ട് അവൾ രക്ഷപ്പെടാൻ നോക്കുന്നു. ഫ്ലാറ്റിന് താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഹീറോയിൻ ഇഴഞ്ഞിഴഞ്ഞിറങ്ങുമ്പോൾ അതുപോലെ തന്നെ ഹീറോയും അവളെ പിടിക്കാൻ പുറകെ വരുന്നു. അവൻ അവളുടെ കാലിൽ പിടിക്കുമ്പോൾ അവളിൽ നിന്നും രക്ഷപ്പെടാനായി രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ആകുന്നു. ഈ പിടിവലിക്കിടയിൽ സ്റ്റെപ്പിന്റെ കൈവരിക്കിടയിലൂടെ ഹീറോ താഴേക്ക് വീഴാൻ തുടങ്ങുന്നു. പക്ഷെ എന്നാലും ഹീറോ അവളുടെ പിടി വിടില്ല. മരിച്ചാലും നിന്നെയും കൊന്നിട്ടേ പോകൂ എന്ന നിലപാടിലാണ് ഹീറോ. നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് ഹീറോ അവളെയും പിടിച്ച് വലിക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഷാർപ്പായ ആ ടൂൾ കൊണ്ട് അവന്റെ കഴുത്തിലും അവളെ പിടിച്ചിരുന്ന കൈയിലും കുത്തുന്നു. പെട്ടെന്ന് കൈ വലിക്കുമ്പോൾ ഹീറോ താഴേക്ക് വീഴുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ഹീറോയെ കാണിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരു വീൽ ചെയറിൽ ഇരിക്കുന്നതാണ് കാണുക. ഇപ്പോൾ അവന്റെ കൈയും കാലുകളും എല്ലാം തളർന്നുപോയി. അവൾ കഴുത്തിന് കുത്തിയത് കൊണ്ട് അവന്റെ തല പോലും ഇപ്പോൾ അവന് ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അവന് സംസാരിക്കാനുള്ള ശേഷിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന അവന്റെ അടുത്തേക്ക് ഡോക്ടർ വന്ന് നിന്റെ ഗേൾ ഫ്രണ്ട് നിന്നെ ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹീറോയിൻ തന്നെയാണ്. അവൾ അവനെയും കൊണ്ട് ഫ്ലാറ്റിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അവളുടെ ജീവിതവും തകർത്ത് പങ്കാളിയെയും കൊന്നതിന് അവനോട് പക വീട്ടാനാണ് അവൾ അവനെയും കൊണ്ട് പോകുന്നത്. നീ എന്നെ എങ്ങനെ നോക്കിയോ അതിലും ക്രൂരമായി ഞാൻ നിന്നെ നോക്കാം. ഇനി മുതൽ എന്റെ സമയമാണെന്ന് പറഞ്ഞ് അവൾ അവനെയും വീൽ ചെയറിലെത്തി ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്നതായി കാണിച്ച് ഈ മൂവിയും അവസാനിക്കുന്നു. എന്തായാലും ഈ മൂവിയുടെ കഥയും എൻ്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.